وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم إن الله جامع المنافقين والكافرين في جهنم جميعا وقد نزل عليكم തീർച്ചയായും നിങ്ങളുടെ മേൽ ഇറക്കി ഫിൽ കിതാബ് ഈ ഗ്രന്ഥത്തിലൂടെ അൻ ഇദാ സമിഅതും ആയാതില്ലാഹി യുക്ഫറു ബിഹാ അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കപ്പെടുന്നതായി നിങ്ങൾ കേട്ടാൽ വയുസ്തഹ്സഉ ബിഹാ അതിനെ പരിഹസിക്കപ്പെടുന്നതായി നിങ്ങൾ കേട്ടാൽ ഫലാ തഖഉദു മഅഹും നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുത് ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി അതല്ലാത്ത ഒരു സംസാരത്തിൽ അവർ പ്രവേശിക്കുന്നത് വരെ ഇന്നകും ഇദം മിസ്ലുഹും അപ്പോൾ നിങ്ങളും അവരെ പോലെ ആയിത്തീരും ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീൻ അല്ലാഹു കപടവിശ്വാസികളെയും നിഷേധികളെയും ഒരുമിച്ച് കൂട്ടുന്നവനാകുന്നു ഫീ ജഹന്നമ ജമീഅ എല്ലാവരെയും നരകത്തിൽ ഒരുമിച്ച് കൂട്ടുന്നവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കപടവിശ്വാസികളുടെ മറ്റൊരു ദുസ്വഭാവമാണ് വിവരിക്കുന്നത്. ഒരു ഭാഗത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മഹാന്മാരായ സഹാബികളുടെയും സത്യവിശ്വാസങ്ങളുടെയും സൽക്കർമ്മങ്ങളുടെയും സൽസ്വഭാവങ്ങളുടെയും ചർച്ചകളും പ്രേരണകളും അടങ്ങിയ സദസ്സുകളും പരിപാടികളും നടക്കുന്നു. മറുഭാഗത്ത് നിഷേധികളുടെയും കപടവിശ്വാസികളുടെയും സത്യവിശ്വാസ സൽക്കർമ്മ സൽസ്വഭാവങ്ങളെ കളിയാക്കുന്ന പരിഹസിക്കുന്ന അതിനെയെല്ലാം നിസ്സാരമായി കാണുന്ന സദസ്സും നടക്കുന്നു. ഈ സമയത്ത് മുനാഫിക്കുകളായ ആളുകൾ ഒന്നാമത്തെ സദസ്സിനെ വർജിച്ച് ഈ രണ്ടാമത്തെ സദസ്സിൽ പോയി കഴിയുമായിരുന്നു. അല്ലാഹു തആല പറയുന്നു, ഇത് ഗുരുതരമായ തെറ്റാണ്. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها ഏതൊരു സദസ്സിലാണോ അള്ളാഹുവിൻ്റെ വചനങ്ങൾ നിഷേധിക്കപ്പെടുന്നത്, അതിനെ കളിയാക്കപ്പെടുന്നത്, അത്തരം സദസ്സുകളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പടച്ചവൻ മുമ്പും ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. മക്ക മുക്കറമയിൽ അവതരിച്ച സൂറത്തുൽ അൻആമിൽ ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വന്നിട്ടുണ്ട്. ഫലാ തഖഉദൂ മഅഹും അള്ളാഹുവിൻ്റെ ദീനിനെയും ദീനിൻ്റെ വിധിവിലക്കുകളെയും പരിഹസിക്കപ്പെടുന്ന
സദസ്സിൽ നിങ്ങൾ ഇരിക്കരുത്. കാരണം അതിൽ വലിയ കുഴപ്പങ്ങൾക്ക് സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആവേശം കയറി വേണ്ടാത്ത വല്ലതും ചെയ്യും. അത് അപകടം. അള്ളാഹു കാക്കുമാറാകട്ടെ. ചിലപ്പോൾ നിങ്ങൾ അതിൽ ആകൃഷ്ടരായി നിങ്ങൾ അങ്ങോട്ടേക്ക് മറിഞ്ഞു വീഴും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഈ കാര്യത്തിൽ വലിയ ശ്രദ്ധ വേണം. നിഷേധികളുടെയും ധിക്കാരികളുടെയും ക്ലാസ്സുകളും അതുപോലെ തന്നെ അവരുടെ ചാനലുകളും മറ്റും നോക്കുന്നതിൽ വലിയ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. ആവശ്യമില്ലാത്ത സംശയങ്ങളും വസ്വാസുകളും ഉണ്ടായിത്തീരും. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها. കാരണം ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കുന്നതിൻ്റെ ആശയം നിങ്ങളുടെ മനസ്സിന് വിശ്വാസം ശക്തമായിട്ടില്ല, അതിൻ്റെ മാധുര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ പോയി കൂടുന്നു. അങ്ങനെ നിങ്ങളെ അവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും. فلا تقعدوا معهم حتى يخوضوا في حديث غيري. എന്നാൽ അവർ മറ്റൊരു വിഷയത്തിൽ പ്രവേശിച്ചു അതിനെപ്പറ്റി പറയുന്നു, നിങ്ങൾ കേട്ടുകൊള്ളിൻ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ദീനിനെ കളിയാക്കുന്ന, അള്ളാഹുവിനെ നിന്ദിക്കുന്ന, ആദരവായ റസൂലിനെ പരിഹസിക്കുന്ന, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സന്ദേശങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന സദസ്സുകളിൽ പങ്കെടുക്കരുത്. ഹക്കീമുൽ ഉമ്മത്ത് മൗലാന അഷ്റഫ് അലി താനവി റഹ്മത്തുള്ളാഹി അലൈഹി ഈമാനിൻ്റെ രക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു, തെറ്റായ സദസ്സുകളിലും സഹവാസങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കരുത്. തെറ്റായ പത്രങ്ങളും മാസികകളും സോഷ്യൽ മീഡിയകളിലും നിങ്ങൾ ബന്ധപ്പെടരുത്. ബന്ധപ്പെടുന്നത് കൊണ്ട് ഈ രണ്ടാമൊരു കുഴപ്പമുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയും, എടുത്തു ചാടും, ആകപ്പാട് പ്രശ്നമാകും. അല്ലെങ്കിൽ കൂടുതലും നിങ്ങൾ അതിലേക്ക് ആകൃഷ്ടരായി അങ്ങോട്ടേക്ക് മറിഞ്ഞു വീഴും. പിന്നെ അതല്ലാത്ത കാര്യങ്ങൾ പറയുന്നു, എറണാകുളത്തിൻ്റെ സൗകര്യങ്ങൾ വിവരിക്കുന്നു, ട്രെയിനിൻ്റെ സജ്ജീകരണങ്ങൾ പറയുന്നു, ബസ്സിൻ്റെ സമയത്തെക്കുറിച്ച് പറയുന്നു. നിങ്ങൾക്കത് കേൾക്കാനും വായിക്കാനും അനുവാദമുണ്ട്, സദസ്സിലിരിക്കാനും അനുവാദമുണ്ട്. ഇന്നകും ഇദം മിസ്ലുഹും. നിഷേധികളുടെ സദസ്സിൽ, പരിഹാസികളുടെ പരിപാടിയിൽ, ധിക്കാരികളുടെ കാര്യങ്ങൾ കാണാനും കേൾക്കാനും വായിക്കാനും നിങ്ങൾ പോയിരുന്നാൽ നിങ്ങളും അവരെ പോലെ ആയിത്തീരും. എത്രയോ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിനോട് അടുത്തുണ്ടാകുന്ന കുഴപ്പങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ജനങ്ങൾ ചില ആളുകളെ നല്ല കാര്യമെന്ന് വിചാരിച്ച് അവരുടെ സംസാരങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ അവരുടെ സംസാരത്തിലൂടെ ഉണ്ടാകുന്ന സംശയങ്ങൾ മനസ്സിൽ കയറി അവസാനം വലിയ പ്രശ്നത്തിൽ പോയി ചാടും. ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ, മൗലവി എന്ന പേര് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ താടിയും വേഷവിധാനങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അന്ത്യപ്രവാചകത്തെ നിഷേധിക്കുന്നവർ, ഞാൻ മഹദിയാണ് മസീഹാണെന്ന് വാദിക്കുന്നവർ, സഹാബാക്കളെ കുറ്റം പറയുന്നവർ, എല്ലാവരുടെയും നന്മകളെപ്പറ്റി പറയും, നന്മകളെ സ്വീകരിക്കാൻ പറയും. പക്ഷേ സ്വന്തം സമുദായത്തിൻ്റെ നന്മകൾ പറയുകയില്ല. ബുഖാരി ഷരീഫിനെ പരിഹസിക്കുന്നു, മുസ്ലിം ഷരീഫിനെ പരിഹസിക്കുന്നു, ആധികാരികമായ ചരിത്ര രേഖകളെ നിന്ദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹക്കീമുൽ ഉമ്മത്ത് മൗലാന അഷ്റഫ് അലി താനവി റഹ്മത്തുള്ളാഹി അവർ പറയുന്നു, ദീനിയായ രചനകൾ വായിക്കുന്നെങ്കിൽ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് നമ്മൾ വായിക്കണം. നമുക്ക് രോഗം വന്നു, നമ്മൾ
ഏതെങ്കിലും കടയിൽ പോയി ആ പച്ച മരുന്ന് വളരെ ഇഷ്ടപ്പെട്ടു അതിങ്ങെടുക്കാൻ പറയുമ്പോൾ ഏതെങ്കിലും വൈദ്യനോട് ചോദിക്കും, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം കടയിലുള്ള ആളോട് ചോദിക്കും, എനിക്ക് ഇന്ന രോഗമുണ്ട്, ഏതാണ് മരുന്ന് പറ്റിയത്? ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിന് നമ്മൾ പണ്ഡിതന്മാരോട് ചോദിച്ചിരിക്കണം. വളരെ സങ്കടകരമായ കാര്യം പറയട്ടെ, എൻ്റെ ഒരു ആത്മസുഹൃത്തിൻ്റെ വീട്ടിൽ പോയി, മുകളിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ആശയം വെച്ചിരിക്കുന്നു, വലിയ സന്തോഷം വന്നു. പക്ഷെ എടുത്തു നോക്കിയപ്പോൾ പടച്ചതമ്പുരാനെ ഖാദിയാനികൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകത്തെ നിഷേധിക്കുന്ന അഹമ്മദികളെന്ന മധുര വാക്കിൽ പരിചയപ്പെടുത്തുന്ന ഖാദിയാനികൾ തയ്യാറാക്കിയ ഖുർആനിൻ്റെ തർജുമയാണ് എടുത്തു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പണ്ഡിതന്മാരുമായി ബന്ധപ്പെടാൻ ഏത് രചന വായിക്കണം, ഏത് യൂട്യൂബ് ചാനൽ കാണണം, പണ്ഡിതന്മാരോട് ചോദിക്കുന്നു. അവർക്കറിയാമെങ്കിൽ അവർ പറയട്ടെ, അറിഞ്ഞുകൂടാ അറിയുന്നവരോട് ചോദിച്ചവർ പറയും. അല്ലാത്ത പക്ഷം നിങ്ങളും അവരിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അവസാനം അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ. അല്ലാഹു നിഷേധികളെയും അവരുടെ കാര്യങ്ങളെ രസമായി കണ്ട് രസിക്കാൻ കണ്ട് അവസാനം അവരോടൊപ്പം ഒരുമിച്ച് കൂടുകയും ചെയ്ത കപട വിശ്വാസികളെയും എല്ലാവരെയും നാളെ നരകത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഈ ലോകത്ത് നിങ്ങൾക്ക് അള്ളാഹുവിനെ വേണ്ട, അള്ളാഹുവിൻ്റെ റസൂലിനെ വേണ്ട, ദീനീയായ സംസാരങ്ങൾ വേണ്ട, നന്മയുടെ ആളുകളെ വേണ്ട, മോശപ്പെട്ട ആളുകളുമായിട്ടായിരുന്നു നിങ്ങളുടെ ബന്ധം. അങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് അതിൻ്റെ ദുഷ്ഫലങ്ങളെല്ലാം ഇരച്ചു കയറി, നിങ്ങൾ മോശപ്പെട്ടവരായി മാറി. അവസാനം നിങ്ങൾ മോശപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ നരകത്തിൽ കഴിഞ്ഞുകൊള്ളാൻ പറഞ്ഞ് അല്ലാഹു തആല അവരെ നരകത്തിലേക്ക് യാത്രയാക്കുന്നതാണ്. മറുഭാഗത്ത് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ സ്നേഹിച്ചവർ, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവർ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ കൂടിയവർ, നാളെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ പടച്ചവൻ്റെ പൊരുത്തത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കേന്ദ്രമായ സമുന്നത സ്വർഗത്തിലായിരിക്കും. അള്ളാഹു അവരെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഏത് വേണം തിരഞ്ഞെടുത്തുകൊള്ളിൻ. സുഹബത്തെ സാലിഹ് തുറ സ്വാലിഹ് കുനത്, നല്ലവരുമായി നീ സഹവസിച്ചാൽ നീ അറിയാതെ നന്നായി തീരും. വസുഹബത്തെ ത്വാലിഹ് തുറ ത്വാലിഹ് കുനത്, മോശപ്പെട്ടവരുമായി സഹകരിച്ചാൽ നീ അറിയാതെ മോശപ്പെട്ടവനാകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.